عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وصيلتنا، أدركنا أعظنا انظرنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين يا كنز الورى، جد لي بجودك وارضني برضاك. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد مولاي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد، مولاي صل وسلم للخلق كلهم. എലിമലയിൽ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച രാവിൽ സ്വലാത്തിന്റെ മജ്ലിസ് നടന്നു വരുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വിപുലമായി സഹോദര സഹോദരിമാര് ഒരുമിച്ച് കൂടിയിട്ട് ആത്മീയമായ സ്വലാത്തിന്റെ മജ്ലിസും നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ സ്വലാത്തിന്റെ മജ്ലിസിന് ഏറെ മാറ്റം ഉണ്ട്. കാരണം ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന് എന്താണ് മാറ്റുകൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഹിജ്റ വർഷത്തിൽ ഒരു മുസൽമാന്റെ പുതുവർഷ തുടക്കമാണല്ലോ മുഹറം. ആ മുഹറമിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസത്തിലാണ്, രാവിലാണ് ഇന്ന് നാം എലിമലയിലെ മാസാന്ത സ്വലാത്തിൽ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ തുടക്കം മുഹറം മാസത്തിലാണ്. നാമൊക്കെ പലപ്പോഴും പുതുവർഷം ആഘോഷിക്കാറുള്ളത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ജനുവരിയിൽ
വർഷത്തിന്റെ തുടക്കമെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷത്തിൽ മുഹറമാണ് നമ്മുടെ വർഷത്തിന്റെ തുടക്കം. അതുകൊണ്ടൊരു മുഅ്മിനിന്റെ, മുസൽമാന്റെ തുടക്കം നന്നാവുക എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനിവാര്യമാണ്. പഴയ കാലത്ത് നമ്മളെ ഉപ്പമാരും വല്യുപ്പമാരും വല്യുമ്മമാരൊക്കെ പറയാറുള്ളത് പോലെ, നാം കേൾക്കാറുള്ളത് പോലെ, തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാകുമെന്നാണല്ലോ. ആ രൂപത്തിൽ ഇന്ന് നമ്മുടെ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആത്മീയമായ എലിമലയിലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നാം സംബന്ധിച്ചപ്പോൾ നമ്മുടെ തുടക്കം നന്നായി പോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മയിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതാന്ത്യം വരെ, അവസാനം വരെ അല്ലാഹുവും അവിടുത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അവസാനം വിട പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ പിരിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ തുടക്കമാകുന്ന ഈ വർഷത്തിൽ നാം ഒക്കെ പ്രതിജ്ഞ നാം എടുക്കണം. നമ്മുടെ ഖൽബ് കൊണ്ട് നാം ഉറപ്പിക്കണം. ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് സംഭവിക്കണം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, പെട്ടെന്ന് സംസാരിച്ച് നമുക്ക് ദ്വാരന്ന് പിരിയണം. വളരെ ഷറഫുള്ള സമയത്ത് നാം ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നത്തെ ഈ മജ്‌ലിസിൽ തീരുമാനമെടുക്കുക, ഇനിയുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ജീവിതാവസാനം വരെ റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ജീവിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക, സൽസ്വഭാവമുള്ള നല്ലൊരു മാന്യനായി, ഒരു നല്ലൊരു മനുഷ്യനായി നാം ജീവിക്കുക. ഒരാളോടും തെറ്റുകുറ്റങ്ങളില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, ഖൽബിൽ അഹങ്കാരമില്ലാതെ നമ്മുടെ ഖൽബ് ശുദ്ധിയുള്ള ഒരു ഖൽബായി തഖ്വയിലും വറയിലും നല്ലൊരു ജീവിതം നാം നയിക്കാൻ നാം സമയം കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത്, ഈ മാസത്തിലൊക്കെ മുഹറമിന്റെ തുടക്കത്തിൽ നാം തീരുമാനമെടുക്കേണ്ടത്, എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട വലിയൊരു ബാധ്യതയാണല്ലോ, നിർബന്ധമായ കടപ്പാടാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഒരു കാരണവശാലും ഒരു നിലക്കും നാം ഒഴിവാക്കിക്കൂടാ, കളാക്കിക്കൂടാ. കൃത്യമായി അവ്വൽ വക്തിൽ നാം നിസ്കരിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നാം പൊറുപ്പിക്കുക. നമ്മളെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള വലിയൊരു വഴി അത് നിസ്കാരം തന്നെ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി എന്താണ്? തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള വഴി എന്താണ്? അവിടുന്ന് തങ്ങൾ മറുപടി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിസ്കാരം വർദ്ധിപ്പിക്കൂ, ധാരാളം നിസ്കാരങ്ങൾ നിസ്കരിക്കൂ. ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് പുറമെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൂ.
നിസ്കാരം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ നമ്മുടെ തലയിൽ, നമ്മുടെ പെരടിയിൽ കൊണ്ടുവരും. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകളൊക്കെ അവന്റെ പിരടിയിൽ കൊണ്ടുവരും. അപ്പൊ സുജൂദിന്റെ സമയത്ത്, റുകൂഇന്റെയും സുജൂദിന്റെയും സമയത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മുടെ തലക്ക് മീത്തെ, നമ്മുടെ പിരടിക്ക് പുറത്ത് ആ തെറ്റുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യാ? റുകൂഇലും സുജൂദിലും ധാരാളം സമയം റബ്ബുമായിട്ടുള്ള ആ ഇടപെടൽ, റബ്ബുമായിട്ടുള്ള ആ സംഭാഷണം അത് വർദ്ധിപ്പിക്കുക. സുജൂദിൽ ധാരാളം സമയം കിടന്ന് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുക. പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ ഒരുപക്ഷെ അങ്ങനെ കൂടുതൽ സുജൂദിലും റുകൂഇലും സമയം വൈകിച്ചാൽ മറ്റുള്ള മൗമൂമിങ്ങൾക്ക് അത് പ്രയാസമാകും. സ്വന്തമായി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഒരുപാട് സമയം സുജൂദിൽ കിടന്ന് റബ്ബിനോട് പറയുക. അത് അറബിയിലാകണമെന്നേ ഉള്ളൂ. അറബിയിൽ റബ്ബിനോട് പൊറുപ്പിക്കുക, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബിനോട് പൊറുപ്പിക്കുക. അപ്പോൾ റബ്ബ് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടും. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ വാക്കു ചുരുക്കുകയാണ്, സമയക്കുറവ് കാരണം. നാം ഈ മുഹറമിന്റെ ഒന്നാമത്തെ രാത്രിയിൽ എലുമലയിലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ സംബന്ധിച്ചു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകൾ ലൈവിലുണ്ട്. നേരത്തെ സഖാഫി ഓർമ്മപ്പെടുത്തിയില്ലേ എന്തിനാണ് ലൈവ് സംവിധാനം? സുബ്ഹാനല്ലാഹ്, ഇന്ന് പല ആളുകളും പല നാടുകളിൽ നിന്ന്, നമ്മുടെ കർണാടകയിൽ നിന്നല്ല, കേരളമെന്നല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നോ നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ കൂടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ മജ്‌ലിസ് ഇവിടെ നടക്കുമ്പോൾ, നമ്മുടെ ദുആ ഇവിടെ നടക്കുമ്പോൾ, ആ ദുആയിൽ ആമീൻ പറയാനോ, നമ്മുടെ സ്വലാത്ത് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ പല വീടുകളിലും പല സ്ഥലങ്ങളിലും മജ്‌ലിസിൽ സംബന്ധിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്തരം ഈ പ്രിയപ്പെട്ട ഈ സമയത്ത് വളരെ ശറഫാക്കപ്പെട്ട മുഹറമിന്റെ മാസത്തിൽ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോടും ചെറുപ്പക്കാരോടും പ്രായമുള്ളവരോട് ഉമ്മപങ്കന്മാരോട് മുതഅല്ലിമീങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ധാരാളം നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. ആ നിസ്കാരം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കും കേട്ടോ. ഞാൻ വാക്കു ചുരുക്കുന്നു. അറിയില്ലേ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു, ലോകനേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരു നീണ്ട യാത്രക്ക് പോകുന്നു. നീണ്ട യാത്രക്ക് ഹബീബായ തങ്ങളെ കൂടെ പോകുന്ന റബീഅ റളിയല്ലാഹു അൻഹു രാത്രി സമയവും യാത്ര ഇങ്ങനെ തുടർന്നപ്പോൾ അതാ നട്ടപ്പാതിരാ സമയം അടുക്കാനിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്രക്ക് ക്ഷീണം തോന്നിയപ്പോൾ ഒരു സ്വഹാബിയുടെ വീട്ടിൽ വിശ്രമിക്കാൻ ഒരുങ്ങി. ഒരു സ്വഹാബിയുടെ വീട്ടിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുകയാണ്. വിശ്രമത്തിൽ തങ്ങൾ ഉറങ്ങിപ്പോയി. മഹാനായിരിക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അതാ കയ്യിൽ ചുടുവെള്ളം സൂക്ഷിക്കുകയാണ്. ശക്തമേറിയ തണുപ്പിന്റെ കാലഘട്ടമായതുകൊണ്ട് വിറക്കൽ സംഭവിക്കുന്നു. യാത്രയിൽ നബിതങ്ങളും റബിയതങ്ങളോ അതാ തണുപ്പ് കാരണം വിറക്കാൻ തുടങ്ങി.
ഇത് കണ്ട് മനസ്സിലാക്കിയ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അല്പം ഉറങ്ങിയപ്പോൾ നട്ടപ്പാതിരാ സമയത്ത് ഉറങ്ങാതെ നിൽക്കുന്ന റബീഅ തങ്ങള് അതാ ചുടുവെള്ളം കയ്യിൽ പിടിച്ച് എപ്പോഴാണ് നബി തങ്ങൾ ഉണരുന്നത്, ഉണർന്നാൽ അവിടത്തേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ഈ കൊടും തണുപ്പിൽ ചൂടാക്കിയ വെള്ളവുമായിട്ട് കാത്തിരിപ്പാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബ്ഹ് ബാങ്കിന്റെ അല്പം മുമ്പ് എണീൽക്കുകയാണ്. അവിടുന്ന് എണീറ്റപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ അതാ കതകിന്റെ പുറത്ത് നിൽക്കുന്നു മഹാനായിരിക്കുന്ന റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചില്ലേ, ഓ പ്രിയപ്പെട്ട റബീഅ, ഈ നട്ടപ്പാതിരാ സമയം വരെ നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? ക്ഷീണം മാറ്റിയിട്ടില്ലേ? അവിടുന്ന് റബീഅ തങ്ങൾ മറുപടി പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അങ്ങ് സുബഹിന്റെ മുമ്പ് എണീക്കുമെന്ന് എനിക്കറിയാം. തഹജ്ജുദിന് എണീക്കുമ്പോൾ ഒളുവെടുക്കാൻ ചുടുവെള്ളവുമായി കാത്തിരിക്കുകയാണ് നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ തങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട റബീഅ, എന്നെ അത്ര ഇഷ്ടപ്പെട്ടോ, എന്നെ അത്രത്തോളം സ്നേഹിച്ചു റബീഅ? ഞാൻ രാത്രി സമയം ഉറങ്ങിക്കെടുക്കുമ്പോൾ ക്ഷീണമുള്ള നിങ്ങളും ഞാനും ഒരേ യാത്രയല്ലേ തുടങ്ങിയത്, ഒരേ സമയത്തല്ലേ യാത്ര തുടങ്ങിയത്. ശക്തമേറിയ കൊടും തണുപ്പുള്ള ഈ സമയത്ത്, വിറക്കുന്ന സമയത്ത് അങ്ങ് പുറത്തല്ലേ ഈ കാറ്റ് കൊണ്ടിട്ട്, ശക്തമായ മഞ്ഞ് കൊണ്ടിട്ട് ഒരേ നിൽപ്പ് തന്നെ. ഇങ്ങനെ എന്നെ സ്നേഹിച്ച റബീഅ, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാമല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, റബീഅ, ഇത്ര എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ച് നട്ടപ്പാതിര ആ സമയം മുതൽക്ക് ഈ സമയം വരെ എന്നെ കാത്ത് ചുടുവെള്ളവുമായി എനിക്ക് ഒന്നുകൊടുക്കാൻ സൗകര്യം ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് വേണം റബീഅ? എന്തു ചോദിച്ചാലും നൽകാം. കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ് റബീഅത്ത് ബിൻ കഅബ് അൻസാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളത് ചോദിക്കാനല്ലേ നബിയെ അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തങ്ങളോട് ചോദിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗീയ ലോകത്ത് ഇന്ന് നമ്മൾ നടന്നതുപോലെ സ്വർഗത്തിൽ എനിക്ക് കൂട്ടുകാരനായിട്ട് നബിയെ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചതിന് മറുപടി പറഞ്ഞപ്പോൾ അവിടുന്ന് ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഓ പ്രിയപ്പെട്ട റബിയ, ഔ ഗൈറ ദാലിക, അതല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ റബിയ? മറ്റെന്താണ് അങ്ങക്ക് വേണ്ടത്? പൈസ വേണോ? കൊട്ടാരം വേണോ? മറ്റുള്ള ആളുകളെ സമീപിച്ച് എന്ത് വേണമെങ്കിലും റബിയ നിങ്ങൾക്ക് ഞാൻ നൽകും. അത്രത്തോളം എന്നെ കൽബിലേറ്റിയ ഒരു മനുഷ്യനല്ലേ നിങ്ങള്. എന്ത് മറ്റുള്ള ദുനിയാവിന്റെ വല്ല ചിന്തയുമുണ്ടോ? വല്ല ആവശ്യവുമുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചോദിക്കുമ്പോ റബീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനായി ഒരുമിച്ച് കൂടുകയല്ലാതെ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുന്നു, എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട റബിയ, ഫഅനി അലാ നഫ്സിക, فعني على نفسك بكثرة السجود. ഓ റബിയ, എങ്കിൽ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായിട്ട് നടക്കലാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ ബികഥറത്തി സുജൂദ്, ധാരാളം സുജൂദ് അധികരിപ്പിച്ചോ. അല്ലാഹുമായുള്ള സംഭാഷണത്തിൽ മുഴുകിയിട്ട് ലോകമാകെ അടക്കി പരിപാലിക്കുന്ന ഖാലിഖുൽ മുലൂക്കായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയിൽ സുജൂദിൽ കിടന്ന് റബ്ബിനോട് അധികരിപ്പിച്ച സുജൂദിൽ കിടന്ന് റബ്ബിനോട് ചോദിച്ചോ റബിയ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാരെ, ലൈവിൽ ശ്രദ്ധിക്കുന്ന പരിസര നാട്ടുകാരെ, ഗൾഫിലെ പ്രവാസികളെ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയ വഴിയോ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള നല്ലൊരു വഴി അത് ബികഥറത്തി സ്വലാ ബികഥറത്തി സുജൂദ്, നിസ്കാരം അധികരിപ്പിക്കലാണ്, സുജൂദ് വർദ്ധിപ്പിക്കലാണ്. ലോകത്ത് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ മുഹറമിന്റെ 1-ാമത്തെ രാത്രിയിലെ സ്വയം നഫ്സിനോടോ പിന്നെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൂടാ. റബ്ബിന്റെ അടുക്കല് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. വലിയ തെറ്റുകാരാണ് റബ്ബിന്റെ അടുക്കൽ നാം ചെല്ലുമ്പോൾ ഉണ്ടാകുക. അത് മനസ്സിലാക്കി നിസ്കാരം വർദ്ധിപ്പിക്കൂ. ഈ പ്രത്യേകിച്ചുള്ള ഇന്നത്തെ സ്വലാത്തിന്റെ മുഹറമിന്റെ മജ്‌ലിസിൽ തീരുമാനമെടുക്കൂ. ഇനി സുബഹി നിസ്കാരം എനിക്ക് നഷ്ടപ്പെടൂല. ഇന്നലെ വരെ കഴിഞ്ഞ ഈ ഹജ്ജിന്റെ സമയം അവസാന ദിവസം വരെ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടവനാണ്. പെട്ടെന്ന് ഫൗറായി പെട്ടെന്ന് ഖളാ വീട്ടേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടു പോയ ഫർദ് നിസ്കാരം ഖളാ വീട്ടുക. അതിന്റെ ശേഷമല്ലേ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഒരുപാട് നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മുതൽക്ക് ഇനിയുള്ള എൻ്റെ ജീവിതാന്ത്യം വരെ ഒരൊറ്റ ഫർദ് നിസ്കാരങ്ങളോ നഷ്ടപ്പെടുത്തൂല, ഖളാകൂല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നാമൊക്കെ കൃത്യമായ സുബഹിന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി വിളിക്കുമ്പോൾ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ എണീറ്റ് ഒളു കൊടുത്ത് 2 റക്അത്ത് സുബഹി നിസ്കാരം അതായി നിസ്കരിച്ചുകൂടെ ഉമ്മമാരെ?
അതായി നിസ്കരിച്ചൂടെ പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു കാരണവശാലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അത് റബ്ബിനക്ക് ഇഷ്ടമില്ല, റബ്ബിനക്കത് പൊരുത്തമില്ല. റബ്ബിന്റെ പൊരുത്തവും ഇഷ്ടവും ഇല്ലെങ്കിൽ അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ആ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളെ ഉമ്മത്തീങ്ങളാണെന്ന് നമ്മൾ പറയുന്നതിനക്ക് എന്തർത്ഥമാണുള്ളത്? ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അതുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കൂ, തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കൂ, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു. ഒരു ഹറാമുകളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ഒരു തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പരിഷ്കാരികളാകണ്ട. വാക്കു ചുരുക്കുകയാണ്, വല്ലാത്ത പരിഷ്കാരങ്ങൾ കൂടിയ കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹറാമുകൾ വല്ലാതെ വർദ്ധിച്ച കാലം. എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ സദസ്സുകളിലും സൂചിപ്പിക്കാറുണ്ട്, ഇന്ന് വല്ലാ തെറ്റുകുറ്റങ്ങൾ അധികരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. കാലത്തിന്റെ മോശമല്ല, ജീവിക്കുന്ന നമ്മുടെ മോശമാണ്, നമ്മുടെ കുറവാണ്. ഇന്ന് കള്ളു കുടിക്കുന്നതിന് മടിയില്ല, വ്യഭിചാരത്തിന് മടിയില്ല, തെറ്റുകൾ ചെയ്യുന്നതിന് മടിയില്ല, വേണ്ടാത്ത വൃത്തികേടുകൾ ചെയ്യുന്നതിന് മടിയില്ല, അനാവശ്യമായിട്ടുള്ള ദുരുപയോഗങ്ങളിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മടിയില്ല. ചെറിയ ചെറിയ കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രികൾ പഠിക്കുന്ന, സ്കൂൾ പഠിക്കുന്നവരും അല്ലാത്തവരുമായ എത്രയോ സഹോദര സഹോദരിമാര് കല്യാണം നിശ്ചയിച്ചവരും നിക്കാഹ് കഴിഞ്ഞവരും കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഉമ്മമാര്, ബാപ്പമാര്, പിതാക്കന്മാര് വരെ അവിഹിത ബന്ധങ്ങളിലും വേണ്ടാത്ത വൃത്തികേടുകളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകത്തുള്ള മനുഷ്യജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോടും ലൈവ് ശ്രദ്ധിക്കുന്ന, ലോകമെമ്പാടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതെല്ലാം നാം സ്റ്റോപ്പ് ചെയ്യണം. ഹറാമുകളൊക്കെ നാം നിർത്തിവെക്കണം. കള്ളിനും കഞ്ചാവിനും ബ്രെയിൻ ഷുഗറിനൊക്കെ അടിമപ്പെട്ടിട്ട് എപ്പോഴും പറയാറുള്ളത് പോലെ നാമൊക്കെ ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന ആൻസ് പോലത്ത മറ്റുള്ള എന്തെല്ലാം ലഹരികൾ, അതെല്ലാം വലിയ തെറ്റാണ്. കള്ളുകുടിക്കൽ ഹറാമായതുപോലെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ അത് വലിയ കടുത്ത ഹറാമാണ്. ഹറാം സ്ഥിരമാക്കുന്ന വ്യക്തിയുടെ ആയസ് വെട്ടിച്ചുരുക്കുമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ഒക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയസ് അല്ലാഹു ചുരുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നല്ലൊരു മുഹറമിന്റെ മാസത്തിൽ നാം തീരുമാനമെടുക്കുക. എല്ലാ തെറ്റുകുറ്റങ്ങളും നാം സ്റ്റോപ്പ് ചെയ്ത് നല്ലൊരു മാന്യനായി, നല്ലൊരു മനുഷ്യനായി നാം ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. നല്ല രൂപത്തിൽ ജീവിച്ച്, തഖ്വയിൽ ജീവിച്ച്, അവസാനം പിരിയുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ പുഞ്ചിരിയോടെ വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.